ഹലോ എവ്രി വൺ. ടോട്ട് ആൻഡ് ടെയിൽ എന്നൊരു ചാനൽ തുടങ്ങി എന്നല്ലാണ്ട് ഇതിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐശ്വര്യമായിട്ട് ഓണത്തിന് തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അത്തം തൊട്ട് ഉത്രാടം വരെയുള്ള പൂക്കളാട്ടോ ഇതൊക്കെ. ഉത്രാടത്തിൻ്റെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം 2 ചിത്തിരനാൾ വന്നുകൊണ്ട് ഒരു എക്സ്ട്രാ പൂക്കളം ആഡായിരുന്നുള്ളൂ. ഇത് ഉത്രാടം. ഞങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് ചെറിയ ചെറിയ ഹാപ്പി മൊമെൻറ്റ്സും പിന്നെ ഈ എറണാകുളം സൈഡൊക്കെയുള്ള ഓണം കൊള്ളൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട് കണ്ണൂരായതുകൊണ്ട് ഈ ആർപ്പുവിളിയും തൃക്കാക്കരപ്പനും ഒക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ഓണം ഇങ്ങനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതേ തങ്കുടു കുളിച്ച് സുന്ദരിയായി ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് തൃക്കാക്കരപ്പനും അതിൻ്റെ തറയും ഒക്കെ. ഇത് ഞങ്ങൾ 2019 വാങ്ങിച്ച സിമെൻറ്റിൻ്റെ സംഭവം കേട്ടോ. പച്ച റെഡ് ഓക്സൈഡ് പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തു. പണ്ട് ഇതൊക്കെ ഈ അത്തം തൊട്ടേ കളിമണ്ണിൽ കുഴച്ചുണ്ടാക്കാറൊക്കെ ആയിരുന്നു ഇവർ. അപ്പോൾ ഇപ്പം അതിനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് എല്ലാം റെഡിമെയ്ഡ്. ഉത്രാട ഷോപ്പിംഗ് കഴിഞ്ഞ് അച്ഛയും അമ്മയും വന്നേ പിന്നെ ഞങ്ങൾ നല്ലൊരു കട്ടനും അടിച്ച് സദ്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. ഈ ഓണത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറ്റി അച്ഛ കറക്റ്റായിട്ട് പറഞ്ഞൊക്കെ തരുമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു 5-6 വർഷം മുന്നേ ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നല്ല രസമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് പച്ചക്കറി അരിയലും കഥ പറയലും ഒക്കെ ആയിട്ട്. Ikro.
അതായത് ഈ ഓണത്തിൻ്റെ തലേന്ന് രാത്രി പൂക്കളൊക്കെ ഇവർ ഇവിടെ ഇട്ട് സെറ്റ് ചെയ്യും. ഞങ്ങളുടെ കണ്ണൂരൊന്നും അങ്ങനെയല്ല കേട്ടോ. തലേന്ന് രാത്രി ഒന്നും പൂക്കളൊന്നും ഇടുന്നില്ല. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് തൃക്കാക്കരപ്പനെ അരിമാവ് കൊണ്ട് ഒരുക്കും. ഈ അരിയൊക്കെ കുതിർത്ത് അത് അരച്ചൊക്കെ എടുത്തിട്ട് അതിൽ ചിലർ മഞ്ഞൾ മിക്സ് ചെയ്യും, ചിലർ മഞ്ഞൾ മിക്സ് ചെയ്യില്ല, അങ്ങനെ. എന്നിട്ട് ഈ വീട്ടിൻ്റെ നമ്മളിട്ട ഈ പൂക്കളത്തിൻ്റെ അടുത്ത് ഈ തറയൊക്കെ വെച്ച് അതിനകത്ത് ഈ തൃക്കാക്കരപ്പനൊക്കെ വെച്ച് തൃക്കാക്കരപ്പൻ്റെ മേലെ ഈ പൊട്ട് പോലെയൊക്കെ അരിമാവ് കൊണ്ട് വരയ്ക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന വഴി വരെ ഓരോരോ തൃക്കാക്കരപ്പനെ വെച്ച്, അതായത് നമ്മുടെ ഗേറ്റ് ആണ് എൻട്രൻസ് എന്നുണ്ടെങ്കിൽ അവിടെ വരെ അതിൻ്റെ കൂടെ ഓരോരോ അടയും വെക്കും. എന്നിട്ട് ഏറ്റവും എൻഡിൽ ഒരു പാത്രത്തിൽ കുറച്ചധികം അട വെക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ തൃക്കാക്കരപ്പനും കുറച്ച് കുട്ടികളും ഒക്കെ വന്നിട്ട് പൂക്കളം കണ്ട് അടയും എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ അടയെടുത്തോണ്ട് പോകാനൊക്കെ ആ സമയത്ത് ആൾക്കാരൊക്കെ വരും, ഈ കുട്ടികളൊക്കെ വന്ന് എടുത്തോണ്ട് പോകുന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ആരും വരാറൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളത്തിൻ്റെ അടുത്ത് ഒരു വിളക്കൊക്കെ കത്തിച്ച് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് നിവേദ്യമൊക്കെ വെച്ച്, ഈ നിവേദ്യം എന്ന് വെച്ചാൽ ഒരു ഇലയിൽ അവലും മലരും കൽക്കണ്ടവും മുന്തിരിയും പഴവും അടയും ഒക്കെ ഇട്ട് അതിൻ്റെ മേലെ വറുത്ത കടലയും പയറും ഇടും. ഞാനിട്ട പൂക്കളം കാണാനും വായു തിരുവോണത്തിൻ്റെ അന്ന് അത്യാവശ്യം നല്ല വലിയ പൂക്കളാണ്. ഞങ്ങൾ കണ്ണൂർ സൈഡൊക്കെ, ഞങ്ങൾക്ക് കണ്ണൂരുകാർക്ക് ആ ഒരു രീതി അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് വലിയ പൂക്കളമാണ്. പക്ഷേ ഈ നട്ടപ്പാതിരക്ക് ഇവിടെ പൂക്കളം ഇടുമ്പോൾ ഇത്രയും വലിയ പൂക്കളം ഇടുക എന്ന് പറയുന്നത് മിഷൻ ഇമ്പോസിബിൾ ആയതുകൊണ്ട് ഞങ്ങളത് രാവിലത്തേക്ക് മാറ്റി. പിന്നെ സദ്യയിലൊക്കെ ഒരു സൈഡിലൊരു ചെറിയൊരു കോഴി കഷ്ണമോ മീൻ വറുത്തോ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ കണ്ണൂരൊക്കെ മൂടങ്ങോട്ട് പോകും. പിന്നെ നിന്നെ എറണാകുളത്ത് കല്യാണം കഴിച്ച് കൊണ്ടുവന്നല്ലേ, നീ എറണാകുളം സൈഡിലേ നീ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് എൻ്റെ ഇൻലോസ് വാശി പിടിക്കാൻ നിന്നില്ല. എറണാകുളം സൈഡും കണ്ണൂർ സൈഡും ഒക്കെ മിക്സായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവരും അങ്ങ് കൂടെ കൂടി. അപ്പോൾ എല്ലാത്തിനും കൂടെ നിന്ന് എൻ്റെ ഇൻലോസിനെ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്നേഹിക്കുന്നു. സ്പെഷ്യലി ചിക്കൻ കഴിക്കാത്ത എൻ്റെ അമ്മയമ്മയെ. അങ്ങനെ തൃക്കാക്കരപ്പൻ്റെ കഥയൊക്കെ കേട്ടപ്പോൾ വൈകുന്നേരം പുള്ളീനെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലോട്ട് പോയി. ഓണമായതുകൊണ്ട് ഈ വാമനമൂർത്തി ക്ഷേത്രമാണല്ലോ. ഇപ്പം ഞങ്ങൾ ചെറിയ വല്ല വിശേഷമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു ഉത്സവം അങ്ങ് കാണാൻ പറ്റി. 9 ആനയും ഒക്കെ ആയിട്ടുള്ള നല്ല കിടിലൻ ഉത്സവം. ഞാൻ ഇത്രയും നല്ലൊരു ഉത്സവമൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഉത്സവം കൂടാനോ ഇങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, തങ്കുടനെയും കൊണ്ട് ചന്തയിലേക്ക് ഒരു ഓട്ടം അങ്ങ് കൊടുത്തു. പുറകെ എൻ്റെ കെട്ടിയവനും ഓടി. അവിടെ നിന്ന് സാധനം മാത്രം എടുത്താൽ പോരല്ലോ, അതിന് കാശ് കൊടുക്കണ്ടേ. അങ്ങനെ വളരെ കളർഫുള്ളായി ഈ വർഷത്തെ ഓണം കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.